നമ്മൾ പലതരത്തിലുള്ള കസ്റ്റമേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഇനിയും ലിസ്റ്റും കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം കസ്റ്റമേഴ്സ് ഉണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് നീഡി കസ്റ്റമേഴ്സ്. ഇവരുടെ പുറകെ നടക്കാതിരിക്കുന്നതാണ് ഞാൻ ഒഴിവാക്കണമെന്ന് പറഞ്ഞതിനകത്ത്. ആദ്യം ഏറ്റവും കൂടുതൽ ഒഴിവാക്കേണ്ടത് ബാർഗെയിനിങ് ചീപ്പ് കസ്റ്റമേഴ്സിനെയാണെങ്കിൽ നമ്മൾ അധികം ശല്യപ്പെടുത്തിയിട്ടോ പുറകെ നടന്നിട്ടോ കാര്യമില്ലാത്ത രണ്ടാമത്തെ ഒരു കൂട്ടം കസ്റ്റമേഴ്സാണ് നീഡി കസ്റ്റമേഴ്സ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ എങ്ങനെ കാണാം? അവർ എത്ര വലിയ ബിഗ് ബില്യൺ ഡേയ്സ് നടന്നാൽ പോലും അവരെന്ത് ചെയ്യത്തില്ല, അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അവരുടെ ഒരു ലിസ്റ്റും കൊണ്ട് വരും. 1 കിലോ പയറ്, 1/2 കിലോ ആട്ട, അങ്ങനെ ആ ലിസ്റ്റ് നോക്കി ചിലപ്പം ഭയങ്കര ഓഫറുകൾ അങ്ങേപ്പുറത്ത് കാണും. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും ഓഫർ വന്നേക്കുന്നത്. പക്ഷെ അതൊന്നും ഒരിക്കലും അവർ മൈൻഡ് ചെയ്യില്ല. എന്താണോ അവർ കൊണ്ടുവന്ന ലിസ്റ്റ് അത് മാത്രം മേടിക്കും. ഇവരെ എന്താ വിളിക്കുന്നത്? നീഡി കസ്റ്റമേഴ്സ്. ഈ നീഡി കസ്റ്റമേഴ്സ് ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നു, ഒരു സർവീസ് പരിചയപ്പെടുത്തുന്നു, അവർ മേടിക്കില്ല. അവർക്ക് പ്ലാനുള്ള കാര്യങ്ങളല്ലാതെ, അവർ സ്വന്തമായിട്ട് അവർക്ക് വേണമെന്ന് തോന്നിയിട്ടുള്ളതല്ലാതെ ഒരു പ്രൊഡക്റ്റും ഒരു പരസ്യത്തിൻ്റെ സ്വാധീനത്തിലൂടെയോ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കിൻ്റെ സ്വാധീനത്തിലൂടെയോ അവരെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇവരെയും ഫോളോ ചെയ്യേണ്ട ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക, ഞങ്ങളുടെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് ഉണ്ട്. ഈ കസ്റ്റമേഴ്സിനോട് എന്ത് പറയണം? ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റ് ഉണ്ട്, ഈ സർവീസ് ഉണ്ട്, നിങ്ങൾക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പോൾ ഞങ്ങളുടെ അടുക്കൽ വരാം. ഇതാണ് നീഡി കസ്റ്റമേഴ്സിൻ്റെ ഒരു ഗുണവും ദോഷവും. കാരണം നമ്മൾ വലുതായിട്ട് പുറകെ നടക്കണ്ട. അവർക്ക് ആവശ്യമുണ്ടോ, ഇവർ നേരെ കയറി വരും, അത് പർച്ചേസ് ചെയ്യും, പോകും എന്നുള്ളതല്ലാതെ നമ്മൾ ഏതൊക്കെ പ്രൊഡക്റ്റ് എന്തൊക്കെ ഗുണമേന്മ നമ്മൾ അവതരിപ്പിച്ചാലും അവർ പർച്ചേസ് ചെയ്തിട്ടില്ല. ഇവരെ നമുക്ക് വിരസന്മാരെന്ന് വിളിക്കാം. എന്താ വിളിക്കുക? വിരസന്മാർ. നമ്മൾ ചെല്ലുമ്പോഴും അത്ര നല്ല സ്വീകരണമൊന്നും ഉണ്ടാകത്തില്ല. എന്താ വന്നതെന്ന് തന്നെ ചോദിക്കും. എന്നിട്ട് നമ്മളിരുന്ന് തൊണ്ടയിലെ വെള്ളം പറ്റിച്ച് പ്രൊഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക, അവർ മൈൻഡ് ചെയ്യത്തില്ല. അതായത് ചെല്ലുമ്പോഴും വിരസതയായിരിക്കും, നമ്മൾ ഇറങ്ങിപ്പോരുമ്പോഴും വിരസതയായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം 4-5 ടൈപ്പ് കസ്റ്റമേഴ്സിനെ പഠിച്ചു. ഒന്ന് സരസന്മാർ. അങ്ങോട്ട് ചെല്ലുമ്പോൾ വളരെ ഹാർദവമായിട്ടായിരിക്കും വെൽക്കം ചെയ്യുന്നത്. നല്ല പ്രൊഡക്റ്റും നല്ല സർവീസും ആണെങ്കിൽ ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യും. പീപ്പിൾ ഹാവിങ് മണി, അവർ പ്രീമിയം കസ്റ്റമേഴ്സാണ്. അവരെ പിടിച്ചാൽ മതി, ജീവിതം രക്ഷപ്പെടും, ബിസിനസ് രക്ഷപ്പെടും. രണ്ടാമത്തേത് സരസന്മാർ. അവരെന്താ? അവർക്ക് ചെല്ലുമ്പോൾ അത്ര ഹാപ്പിയൊന്നും ആയിരിക്കത്തില്ല. എന്താ വന്നതെന്ന് ചോദിക്കും. പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റും സർവീസിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ അവർ ഹാപ്പിയായി അത് പർച്ചേസ് ചെയ്യുന്നത് കാണാം. ചെല്ലുമ്പോൾ ഹാപ്പി അല്ലെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റും സർവീസും നല്ലതാണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യുന്നത് കാണാൻ പറ്റും. രണ്ടാമത്തെ കൂട്ടർ. മൂന്നാമത്തെ ആ ഒരു കൂട്ടരെന്ന് പറയുന്നത് വിരസന്മാർ, ചീപ്പ് കസ്റ്റമേഴ്സാണ്. അവർ ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷത്തോടെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. പക്ഷേ ബാർഗെയിനിങ്ങും അതുപോലെ ഏറ്റവും ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സിനെ കുറിച്ച് സംസാരിച്ച് നമ്മളെ വിഷമത്തിലാക്കും. വിരസന്മാർ. ചെല്ലുമ്പോൾ ഹാപ്പിയാ, പക്ഷേ നമ്മൾ പോരുന്നേരം നമ്മൾ ഹാപ്പി ആയിരിക്കത്തില്ല. അടുത്ത ആരാ? നീഡി കസ്റ്റമേഴ്സ്. അവരെന്താ? ചെല്ലുന്ന ഉടനെ വിരസതയാണ്, നമ്മൾ പോരുമ്പോഴും വിരസതയാണ്. കാരണം ആ സെയിൽ ഒരിക്കലും നടക്കുകയില്ല. ഇവരും സമൂഹത്തിൽ കുറേയധികം പേരെ കാണാൻ പറ്റും. ഈ 4-5 കൂട്ടം ആൾക്കാരെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഇവരെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ പ്രോഗ്രാംസ് ഉണ്ട്, ആ പ്രോഗ്രാംസിനകത്തൊക്കെ പങ്കെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കസ്റ്റമേഴ്സിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഒരു കസ്റ്റമർ വരുമ്പോൾ 2-3 ചോദ്യങ്ങൾ കൊണ്ട് ഇവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഷോപ്പുകളിൽ നിൽക്കുന്നതായിക്കോട്ടെ, നമ്മുടെ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ആയിക്കോട്ടെ, അവരെ നമുക്ക് അത്യാവശ്യം പഠിപ്പിക്കേണ്ട കാര്യം എന്താ? ഈ ഒരു 3-4 കൂട്ടം ആൾക്കാരെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് പഠിച്ചാൽ മാത്രം മതി. അവർക്ക് നന്ന ഭംഗിയായിട്ട് ബിസിനസ് എടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.